ഹലോ, അടുത്ത പാർട്ടിയിലേക്ക് പോയാലോ? അത് കാർത്തിയേട്ടാ, ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് അത് പിന്നെ കാർത്തി കാർത്തി അപ്പോഴേക്കും പുറത്തുനിന്ന് ശബ്ദം ഉയർന്നിരുന്നു. എടോ, ഞാൻ തിരിച്ചു വിളിക്കാട്ടാ. നീലം കോള് കട്ടാക്കി പുറത്തേക്ക് വന്നു. അരുണായിരുന്നു അത്. ഏത് ടാഷ് മോനെ എൻ്റെ അപ്പൂനെ ഉപദ്രവിച്ച്, അവനെ ഞാനൊന്ന് കൊല്ലും. അരുൺ ആകെ ദേഷ്യത്തിൽ വിറക്കിയായിരുന്നു. നീ ഇവിടെ ഇരിക്കും, ഞാൻ പറയട്ടെ. നീലൻ അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഉമ്മറത്തേക്കിരുന്നു. വേണ്ട നീല, നീ മോനെ ഞാൻ വെറുതെ വിടില്ല, അരുൺ കുതിരക്കൊണ്ട് പറഞ്ഞു. അരുണേ, നീ അത് വിട്ടേക്ക്. അതാ ചെറുക്കന്റെ ബുദ്ധിയും ബോധവും ഇല്ലാതെ എന്തോ പറഞ്ഞതാണ്. നീ ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം ഒന്നും ഉണ്ടായില്ല. ആ ചെറുക്കന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അല്ല, അപൂർണ എന്തു പറയണു? അവള് കിടക്കുക. ക്ലബിലെ പിള്ളേർ പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത്. നേരെ ഇവിടേക്ക് വന്നു. നീ പോയിട്ട് അപൂർണയെ സമാധാനിപ്പിക്കേ. അവള് ചെറിയ കുട്ടിയല്ലേ, പേടിച്ചു കാണും. എന്തായാലും അവനിട്ടൊരു പണി കൊടുക്കും ഞാൻ ഇറങ്ങി നിർത്തി. അത് പറഞ്ഞ അരുൺ പുറത്തേക്ക് നടന്നു. പുറത്തു നിന്നുള്ള ഉറക്കുള്ള ശബ്ദം കേട്ടാണ് അപ്പു ഉറക്കമുണർന്നത്. വൈകുന്നേരമായിരുന്നു. അവൾ എഴുന്നേറ്റ് മുഖം കഴുകി ഉമ്മറത്തേക്ക് വന്നു. ആരതിയുടെ അച്ഛനും അമ്മയും അമ്മാവനും വന്നിട്ടുണ്ട്. അരുണുമായി എന്തോ വാക്ക് തർക്കത്തിലാണ്. കുട്ടിയുടെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്നല്ല പ്രശ്നം, നാട്ടുകാർ എന്തു പറയുന്ന. കല്യാണത്തിന് ഇനി അധികം നാളില്ലെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒന്നുകൂടെ ആലോചിക്കണം. അതെന്ത് കോപ്പില് വർത്താനം നടത്താൻ പറയണേ? കസേലയിലിരുന്ന അരുൺ ചാടി എഴുന്നേറ്റ് ആരതിയുടെ അമ്മാവന് നേരെ അലറി. ഞങ്ങളുടെ മോളുടെ ഭാവിയുടെ കാര്യമാണ്, ഞങ്ങൾക്ക് എന്തായാലും ഒന്ന് ആലോചിക്കണം. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. എന്റെ ആദ്യയുടെയും കല്യാണമല്ലേ, പറഞ്ഞ ദിവസത്തിൽ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടന്നിരിക്കും. അതിനെ ആരൊക്കെ എതിർത്താലും ഈ അരുണിന് ഒരു ചുക്കൂല്ല. നീയൊന്ന് അടങ്ങരുണേ, ഇങ്ങനെ പരസ്പരം വഴക്കിട്ട് എന്താ കാര്യം? സമാധാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം. അച്ഛൻ അരുണിനെ ചെയറിലേക്ക് തന്നെ ഇരുത്തി. ശേഷം ആരതിയുടെ മാതാപിതാക്കൾക്ക് നേരെ തിരിഞ്ഞു. ആരതിയുടെ അച്ഛനും അമ്മയും എന്ന നിലയിൽ നിങ്ങളുടെ ആവശ്യം ന്യായാണ്. പക്ഷേ അതേസമയം ഞാനൊരു അച്ഛനാണ്. നിങ്ങൾ പ്രതിസ്ഥാനത്ത് നിർത്തി കുറ്റം പറയുന്ന എൻ്റെ മകളെയാണ്. ഞങ്ങൾ അരുണിന്റെ അനിയത്തെ കുറ്റം പറഞ്ഞതല്ല. ഒന്നുമില്ലാതെ നാട്ടുകാർ ഓരോന്ന് പറഞ്ഞു നടക്കൂ. ശരി, ആരതിക്ക് ഇതേ അഭിപ്രായമാണോ? അമ്മയാണ് അത് ചോദിച്ചത്. ഒന്നുകൂടെ കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് കല്യാണം മതിയെന്ന അവളുടെ അഭിപ്രായം. ആരതിയുടെ അച്ഛൻ പറയുന്നത് കേട്ട് എല്ലാവരും ഒരു നിമിഷം നിശബ്ദരായി. അതുമാ, അവൾക്ക് എന്നെ വിശ്വാസമില്ലേ? അപ്പുവിന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. വാതിൽ മറവിൽ നിന്ന് അപ്പു താഴേക്ക് ഊർന്നിരുന്നു. ഞാൻ അച്ഛനോട് അങ്ങനെയാണ്, എപ്പോഴാ പറഞ്ഞേ? പെട്ടെന്ന് ആരതിയുടെ ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടി. നീ എന്തോടി പൊട്ടി മോങ്ങുന്ന പോലെ ഇരുന്ന് മോങ്ങണേ? അപ്പുവിനെ താഴെ നിന്ന് എണീപ്പിച്ച ആരതി ചോദിച്ചു. ആദി, നീ എന്തിവിടെ? അച്ഛൻ അമ്പരപ്പോടെ ചോദിച്ചു. എന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ച് കടയിലേക്ക് പറഞ്ഞയച്ചത് നിങ്ങൾക്ക് ഇവിടേക്ക് വരാനാണല്ലേ? അപ്പുവിന്റെ കാര്യം കവലയിൽ നിന്ന് അറിഞ്ഞപ്പോ തന്നെ എനിക്കൊരു കള്ളത്തരം മണത്തു. വീട്ടിലെത്തിയപ്പോ നിങ്ങളെ ആരെയും കാണാതായപ്പോ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടാവുന്നു. അതുകൊണ്ടാണ് ഇടവഴി കയറി ഞാൻ അടുക്കള ഭാഗം വഴി വന്നത്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതല്ല ഞാൻ നല്ല വ്യക്തമായിട്ട് കേട്ടു. ആദി, നീ ഇതിൽ ഇടപെടണ്ട, ഞങ്ങൾ മുതിർന്നവര് തീരുമാനിച്ചോളാം. അതെന്തു വർത്താനം അമ്മാവ? എന്റെ കല്യാണക്കാരി ഞാൻ കൂടെ അറിയണ്ടേ? എന്റെ കല്യാണം മുടക്കാൻ അമ്മാവൻ എന്താ അത്ര ശുഷ്കാന്തി? അവൾ ചോദിച്ചതും പറയാൻ ഉത്തരമില്ലാത്തതിനാൽ അമ്മാവൻ മുഖം തിരിച്ചു. എനിക്ക് പറയാനുള്ള അച്ഛനോട് അമ്മയോടാണ്. ഈ നിൽക്കുന്ന അപ്പൂനെ ഞാൻ ഇന്നും ഇന്നലെ കാണുന്നതല്ല. അവൾ എന്താണെന്ന് എങ്ങനെയാണെന്നും മറ്റാരും എനിക്ക് പറഞ്ഞു തരികയും വേണ്ട. ഇനി ഈ പ്രശ്നത്തിന്റെ പേര് ഈ കല്യാണം മുടക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അച്ഛനും അമ്മയും അമ്മാവനും തിരിച്ചു പോവാം. ഞാൻ ഇവിടെ നിന്നോളാം. ആദി, ഇത്ര അഹങ്കാരം പാടില്ല. ഇത്രയും കാലം വളർത്തി വലുതാക്കി ഞങ്ങളെയൊക്കെ വലുതാണോ നിനക്ക് ഇവര്? എനിക്ക് നിങ്ങൾ രണ്ടു വീട്ടുകാരെയും വേണം. അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ എനിക്ക് അരുണേട്ടനോടുള്ള സ്നേഹം. ആരതി ഇടറെ സ്വരത്തിൽ പറഞ്ഞു. നമുക്കിറങ്ങാം. കല്യാണം പറഞ്ഞ ദിവസത്തിൽ തന്നെ നടക്കും. നിങ്ങള് ഒഴിവുള്ള ഒരു ദിവസം വിളിച്ചു പറഞ്ഞാൽ മതി. ഒരുമിച്ച് കല്യാണ സാരി എടുക്കാൻ പോവാം. അത് പറഞ്ഞ് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി. ആദി വാ. അമ്മയും പിന്നാലെ അമ്മാവന്മാരും ഇറങ്ങി. ഞാൻ പോട്ടേടി, നീ ഇവിടെ കിടന്ന് വെറുതെ കണ്ണീർ നാഴിക കളിക്കാതെ ഒന്ന് ചിരിച്ചേ. അപ്പുവിന്റെ കവളി പിടിച്ചു വലിച്ച് ആദ്യ അമ്മയ്ക്ക് പിന്നാലെ ഓടി. അതുപോലെ ഒരു കൊച്ചിനെ കിട്ടിയത് ഇവന്റെ ഭാഗ്യ. പുഞ്ചിരിയോട് പറഞ്ഞ അമ്മ അകത്തേക്ക് നടന്നു.
അന്നത്തെ സംഭവത്തിന് ശേഷം അപ്പുവിനെ ആരും പുറത്തേക്ക് ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല. കോളേജിലേക്ക് ബസ് സ്റ്റോപ്പ് വരെ ആരും കൊണ്ടാക്കും. അവിടെ നിന്ന് ആരതി കൂട്ടുണ്ടാവും. തിരികെ വരുന്ന സമയം അരുൺ അവളെ ക്ലബിൽ കാത്തു നിൽക്കുന്നുണ്ടാവും. നീലനും അപ്പുവും പിന്നീട് നേരിട്ട് കണ്ടിട്ടേ ഇല്ല. അപ്പുവിനും ഒരു കണക്കിന് അതൊരു സമാധാനമായിരുന്നു. ക്ലാസ്സിൽ അനങ്ക ഇടയ്ക്ക് ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താൻ വരുമെങ്കിലും അപ്പു ആരതി അത് മൈൻഡ് ചെയ്യാൻ പോവാറേ ഇല്ല. ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി. അരുണിന്റെ ആരതിയുടെയും കല്യാണ ദിവസം അടുത്തു വന്നിരുന്നു. കല്യാണത്തോടനുബന്ധിച്ച് ആരതി 2 ആഴ്ച ലീവ് എടുത്തപ്പോൾ കൂടെ ലീവ് എടുക്കാൻ അപ്പു കൂടെ ശ്രമിച്ചുവെങ്കിലും ആ പദ്ധതികളെല്ലാം പൊളിച്ചമ്മ കയ്യിൽ കൊടുത്തു. കല്യാണ സാരി എടുക്കാൻ മാത്രം ഒരു ദിവസം ലീവ് എടുത്ത് എന്നതൊഴിച്ചാൽ പിന്നീടുള്ള ദിവസങ്ങൾ അപ്പു ഒറ്റയ്ക്ക് കോളേജിലേക്ക് പോയി. പതിവ് പോലെ കോളേജ് വിട്ട് വീട്ടിലേക്ക് വരുമ്പോഴാണ് അപ്പു ബസ്സിൽ നീലനെ കണ്ടത്. അവൾ അവനെ കണ്ടെങ്കിൽ അറിയാത്ത ഭാവത്തിൽ പുറത്തെ കാഴ്ചകൾ കണ്ടുവന്നു. ഇവനെന്താ ഓരോ ദിവസം കഴിയുമ്പോഴും ഗ്രാമൊക്കെ കൂടുകയാണല്ലോ. ഇനി കല്യാണത്തോടനുബന്ധിച്ച് പാർലറിൽ പോയി ഫേഷ്യൽ അങ്ങനെ ചെയ്തു കാണോ? അതിനാണുങ്ങൾ ഫേഷ്യൽ ചെയ്യോ? അതെന്താ, ആണുങ്ങൾക്ക് ഫേഷ്യൽ ചെയ്യാൻ പാടില്ലേ? പക്ഷെ കൊറിയയിലാണുങ്ങൾ ചെയ്യല്ലോ. അവൻ താടി വളർത്തുന്നില്ലല്ലോ, അതെന്താ അങ്ങനെ? ഇപ്പോ അവരെന്താ വെളുത്തിരിക്കണേ? ഇനി അവിടെ തണുപ്പുകാരനായിരിക്കും അല്ലേ? പക്ഷെ അവിടെ മഞ്ഞില്ലല്ലോ. മഴ പെയ്യാൻ തുടങ്ങിയതും ആരോ ബസ്സിന്റെ ഷട്ടർ ഇട്ടപ്പോഴാണ് അപ്പു ചിന്താധാരയിൽ നിന്നും ഉണർന്നത്. നീലനിൽ നിന്നും തുടങ്ങി അങ്ങ് കുറിയ വരെ എത്തിയപ്പോഴേക്കും ബസ്സിലെ സൈഡ് സീറ്റിലായതുകൊണ്ട് കുറച്ച് മഴ നനഞ്ഞിരുന്നു. ഇറങ്ങാനുള്ള സ്ഥലം എത്തിയതും അവൾ സീറ്റിൽ നിന്ന് എണീറ്റു. ബസ് നിർത്തിയതും ഓടി ബസ് സ്റ്റോപ്പിലേക്ക് കയറി. അതേ സ്ഥലത്ത് തന്നെ നീലനും ഇറങ്ങിയതിനാൽ അപ്പു വേഗം ബാഗിൽ നിന്നും കൊടിയെടുത്ത് നിർത്തി പുറത്തേക്ക് ഇറങ്ങി. 2 അടി മുന്നോട്ട് വെച്ചെങ്കിലും മനസ്സ് ചതിച്ചു. അവൾ തിരിഞ്ഞ് നീലനരികിലേക്ക് വന്നു. വരുന്നുണ്ടോ നീല? ഇല്ല, തമ്പോക്കൊള്ളൂ. അതെന്താ, എന്നെ പേടിച്ചിട്ടാണോ? ഞാൻ എന്നെ പിടിച്ചു തിന്നൊന്നുമില്ല. മഴമാറി വീട്ടിലെത്തുമ്പോഴേക്കും ഒരു നേരവും. വാ നീല. നിഷ്കളങ്കമായ അവളുടെ വിളി അവനെ എതിർക്കാനായില്ല. മുണ്ടുമടക്കി കുത്തി അവനും കുടയിലേക്ക് കയറി. ആരതിയില്ലേ കൂടെ? കുറച്ചു നേരത്തെ മൗനത്തെ ഭേദിച്ച് നീലൻ ചോദിച്ചു. ഇല്ല, കല്യാണാവാറായില്ലേ, അതുകൊണ്ട് ലീവാ. നീ എവിടെ പോയതാ? ഞാൻ ഭാനുമ്മയുടെ വീട്ടിൽ പോയതാ. വല്യമ്മയുടെ മോൾക്ക് വയ്യ, പ്രഗ്നന്റാ. കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇന്നലെ രാത്രി വയ്യാതായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഡിസ്ചാർജ് ആയി. അവളൊന്ന് മൂളി. അരുണിന്റെ കല്യാണ ഒരുക്കങ്ങൾ ഏതുവരെയായി? നീലൻ ചോദിച്ച അതേസമയം അരികിലൊരു ഓട്ടോ വന്നു നിന്നു. ഓട്ടോയിൽ ഇരിക്കുന്ന ആരതിയുടെ അച്ഛനെയും അമ്മേവനെയും കണ്ടതും അപ്പൂന് ഒരു പന്തികേട് തോന്നി. ഇവന്റെ കൂടെ അല്ലേ അന്ന് നിന്നെ നാട്ടുകാർ കണ്ടു എന്ന് പറഞ്ഞേ? ആരതിയുടെ അമ്മാവന്റെ വകയായിരുന്നു ആ ചോദ്യം. അപ്പു അതേന്ന് തലയാട്ടി. ഓട്ടോയിൽ കയറ്, ആരതിയുടെ അച്ഛൻ തറപ്പിച്ച് പറഞ്ഞു. അപ്പു നീലനെ ഒന്ന് നോക്കി. അവൻ ഒന്നും മനസ്സിലാവാത്ത പോലെ ആണ് നിൽക്കുന്നത്. കുട്ടിയോട് ഓട്ടോയിൽ കയറാനല്ലേ പറഞ്ഞേ? അത് കേട്ട് അപ്പു ഓട്ടോയിലേക്ക് കയറാൻ നിന്നു. ശേഷം നീലന് നേരെ തിരിഞ്ഞ് അവന് തന്റെ കൂടെ കൊടുത്ത് ഓട്ടോയിൽ കയറി. ഇത്രയും കാലം നാട്ടുകാർ മൊത്തം പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. ഇന്ന് നേരിട്ട് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ഒരു കുടക്കയിൽ 2 പേരും ചിരിച്ച് സംസാരിച്ചു പോകുന്നത്. ഇതെന്ത് ന്യായ അരുണിന്റെ അച്ഛന് പറയാനുള്ളേ? എന്താ അപ്പു ഈ കേക്കണേ? അങ്ങനെയൊന്നല്ല അച്ഛാ, മഴ കാരണം ഞാൻ കുടയിൽ നീലനെ കയറ്റി എന്നുള്ള, വേറൊന്നുമില്ല. ആ ചുറ്റുവട്ടത്ത് മഴ നനഞ്ഞ് പലരും നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. എന്നിട്ട് അവരോടൊന്നും തോന്നാത്ത കരുണ കൊണ്ടാവും അവനെ മാത്രം കുടയിൽ നിർത്തിയതല്ലേ? അപ്പു അകത്തേക്ക് കയറിപ്പോ, അരുൺ പറഞ്ഞതും അപ്പു അകത്തേക്ക് കയറിപ്പോയി. നീലനെ കുടയിൽ കയറ്റാൻ തോന്നിയ നിമിഷത്തെ ഓർത്ത് അവൾക്ക് സ്വയം ദേഷ്യം തോന്നി. നിനക്കറിയാവുന്നതല്ലേ നിന്നെയും കാർത്തിയും ചേർത്ത് നാട്ടുകാർ ഓരോന്ന് പറഞ്ഞു നടക്കുന്ന കാര്യം. പിന്നെ നീ എന്തിനാ അങ്ങനെ ചെയ്തേ? നീ എല്ലാവരും പറയണ പോലെ. അകത്തേക്ക് വന്ന അമ്മയുടെ വക വഴക്ക് തോന്നി. എന്താ അമ്മ പാതി പറഞ്ഞു നിർത്തിയേ? മുഴുവൻ പറ. ഞങ്ങൾ തമ്മിൽ അവിഹിതാണോ എന്നാ? ഒരാണും പെണ്ണും ഒരുമിച്ച് നടന്ന അങ്ങനെ ഒരു അർത്ഥമാണോള്ളോ? അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എന്താ? ഇത്രയും ദിവസം അരുൺ നിന്നെ വിളിക്കാൻ വരുന്നതല്ലേ? അപ്പോ അവൻ വരുന്നവരെ നിനക്ക് അവിടെ കാത്തു നിൽക്കായിരുന്നില്ലേ? എനിക്ക് മതിയമ്മ, അവളിനി വഴക്ക് പറയണ്ട. അമ്മ പോയി അമ്മയുടെ ജോലി നോക്കിയേ. ഇനി എന്തൊക്കെ ഉണ്ടാവുമെന്ന് ദൈവത്തിനറിയാം. ആ അമ്മാവനൊരു ആകാശവാണിയാ. ഇനി ഇതെവിടെയൊക്കെ പറഞ്ഞെത്തിക്കുന്നു ദൈവത്തിനറിയാം. അമ്മ ആരോടൊന്നില്ലാതെ പറഞ്ഞ അടുക്കളയിലേക്ക് പോയി.
നിനക്കൊക്കെ വിശ്വാസമില്ലേ ഏട്ടാ? ഞാൻ വേണമെന്ന് വെച്ച് നീ ചെയ്യോ? ഇല്ലായിരിക്കാം, പക്ഷേ ഇങ്ങനൊരവസരത്തിന് ഇട കൊടുക്കാതിരിക്കായിരുന്നു നിനക്ക്. കഴിഞ്ഞത് എന്തായാലും കഴിഞ്ഞു. നീ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അരുൺ ഫോൺ എടുത്ത് പുറത്തേക്ക് പോയി. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. താങ്ക്